ഇന്ന് ഓഫീസെല്ലാം വിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് മീൻചേട്ടനെ കണ്ടത്. അപ്പൊ മീൻചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് അയിലയും കുറച്ച് മത്തിയും കൂടെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള അവിടെ നിന്നും കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങി നമ്മൾ ഇനി വീട്ടിൽ പോവാണ്. ഇത്രേ കൊല്ലം വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഞാൻ ഓടിക്കാറേ ഇല്ല. ഇന്ന് ഞാൻ അതും ചെയ്തു ഗൈസ്. കുറച്ച് വിറയലൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ദൂരം പോയപ്പോൾ സെറ്റായി. പക്ഷേ നല്ല ഭയം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്റെ ഭയമൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ആ റോഡും വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇതേ കാണുന്നതാണെങ്കിൽ ഈ സാധനങ്ങൾ നമ്മുടെ പർപ്പിളിൽ നിന്ന് കുറെ സാധനങ്ങൾ അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കൈ കിട്ടിയപ്പോ തന്നെ ഒരു ട്രയലിന് വേണ്ടിയിട്ട് അമ്മയുടെ മുഖത്ത് ഇതേ സ്ക്രബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ അതേ ഒരക്കലാണ് കേട്ടാ. ഇത് അധിക നേരം പുറത്ത് വെച്ചിട്ടുണ്ട്. സംഗതി ഇപ്പൊ കിട്ടില്ല എന്ന് തോന്നിയോണ്ട് തന്നെ അവൾ അതാ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഒരക്കലാണെങ്കിൽ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടാ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. പിന്നെ നമ്മുടെ വീട്ടില് വൈകുന്നേരം കാണാൻ പറ്റുന്ന ഒരു എന്താ പറയാ നല്ലൊരു നിമിഷമാണ് നമ്മുടെ ചായ കുടി. വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ മൂന്നാള്, കുഞ്ഞ് അപൂർവമാണ് ഉണ്ടാവാറ്. ഇന്ന് ഉണ്ടായുള്ള സാധനങ്ങളൊക്കെ വന്ന കാരണം അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി